നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ആവേശം വിതറി രാഹുൽ ഗാന്ധി കോട്ടയം ജില്ലയിൽ. ചാണ്ടി ഉമ്മന്റെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്തു. UDF വന്നാൽ റബ്ബറിന് താങ്ങുവില 250 രൂപയാക്കുമെന്ന് രാഹുൽ ഗാന്ധി. FCRA ഭേദഗതി ബിൽ. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. ബില്ല് പാസാക്കിയത് വ്യക്തമായ ഗൂഢാലോചനയോടെയെന്ന് KC വേണുഗോപാൽ. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ പ്രചരണം ശക്തം. അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ പ്രചരണാർത്ഥം മണിമലയിൽ കുടുംബയോഗം. കൊടുങ്ങൂരമ്മയ്ക്ക് നാളെ ആറാട്ട്. കാവടിയാട്ടം രാവിലെ 10 മണി മുതൽ. നാടാകെ നാളെ കൊടുങ്ങൂരിലെത്തും. വാർത്തകൾ വിശദമായി. UDF സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയാൽ റബ്ബർ താങ്ങുവില 250 രൂപയാക്കുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇടതുപക്ഷത്തിന് രാജ്യത്ത് ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് അറിയാവുന്നതിനാലാണ് BJP കോൺഗ്രസിനെ മാത്രം എതിരിടാൻ ലക്ഷ്യമിടുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പാമ്പാടിയിലും കോട്ടയത്തും തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ആവേശം വിതറി രാഹുൽ ഗാന്ധി. പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മന്റെയും കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയതായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. UDF അധികാരത്തിൽ വന്നാൽ റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പാമ്പാടിയിൽ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മന്റെ പ്രചരണ യോഗത്തിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം പറഞ്ഞത്. ഇടതുപക്ഷം രാജ്യത്തിന് ഒരു ചലനവും ഉണ്ടാക്കിയില്ലെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് BJP കോൺഗ്രസിനെ മാത്രം എതിരിടാൻ ലക്ഷ്യമിടുന്നതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. നരേന്ദ്രമോദി ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ എല്ലാ വിവരങ്ങളും അമേരിക്കയ്ക്ക് കൈമാറിയെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. Entire data of India to the United States. അതുമാത്രമല്ല, നരേന്ദ്രമോദി ഇന്ത്യയുടെ മുഴുവൻ ഡേറ്റ, ഇന്ത്യയുടെ മുഴുവൻ വിവരശേഖരവും അമേരിക്കയ്ക്ക് നൽകിയിരിക്കുകയാണ്. They can store it wherever they like. അവർക്ക് എവിടെ ഇഷ്ടമുള്ളോ അവിടൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഡേറ്റയും വിവരങ്ങളും അവർക്ക് They can use it any way they like. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അത് ഉപയോഗിക്കാൻ സാധിക്കും. And in addition, Narendra Modi has committed that he will buy 9 lakh crore rupees of US products. അത് മാത്രമല്ല, ഇത് കൂടാതെ 9 ലക്ഷം കോടി വിലമതിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമെന്ന വാഗ്ദാനവും നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. പാമ്പാടി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന യോഗത്തിൽ സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ, മറ്റു നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം അതിനുശേഷം കഞ്ഞിക്കുഴിയിൽ നടന്നു. കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കഴിയൂ എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. The UDF government is going to do certain things to protect the people of Kerala. കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണി ഏതാനും കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. Now I said that there are many women here. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ധാരാളം സ്ത്രീകളുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. I want to tell you that the day the UDF comes to power, all of you are going to travel for free across Kerala. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ദിവസം ഇവിടെയുള്ള എല്ലാ സ്ത്രീകളും കേരളത്തിലെ ബസ്സുകളിൽ സൗജന്യ യാത്ര. സ്ഥാനാർത്ഥിമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ, ഫ്രാൻസിസ് ജോർജ് MP സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് ആയിരക്കണക്കിന് പ്രവർത്തകരും തടിച്ചുകൂടി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ചാണ്ടി ഉമ്മന്റെ പ്രചരണം രാജ്യമാകെ ശ്രദ്ധ നേടുന്നു. ഫ്ലെക്സും ബാനറും പോസ്റ്ററും ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രചരണ രീതിയെ ഏവരും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും പോസ്റ്ററുകളും പൂർണ്ണമായും ഒഴിവാക്കിയാവും ഇക്കുറി പ്രചരണമെന്ന പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ പ്രഖ്യാപനത്തെ കേരളം കരഘോഷത്തോടെയാണ് എതിരേറ്റത്. മണ്ഡലത്തിൽ ചാണ്ടി ഉമ്മന്റെ പ്രചരണാർത്ഥം ചുമരെഴുത്തുകൾ മാത്രമേയുള്ളൂ. സൈക്കിളിലും മറ്റും സഞ്ചരിച്ച് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. ഫ്ലെക്സും ബാനറും പോസ്റ്ററും ഒഴിവാക്കുക വഴി പരിസ്ഥിതി സൗഹൃദ തെരഞ്ഞെടുപ്പ് പ്രചരണം സാധ്യമാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളി എന്നൊരു ആശയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളിയിൽ നമുക്ക് ആദ്യത്തെ ഘട്ടമായി 100 വീടുകൾ, അതിൻ്റെ 25 വീടിൻ്റെ ശില ഇട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ പണി തുടങ്ങണം. പുതുപ്പള്ളിയുടെ വികസനത്തിന്, പുതുപ്പള്ളിയുടെ മാറ്റത്തിന്, നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഭവനരഹിതർ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് കുറച്ച് ഫ്ലെക്സോ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊജക്ഷൻ കുറഞ്ഞാലും കുഴപ്പമില്ല. എൻ്റെ ജനങ്ങൾക്ക് വീട് കിട്ടുന്നതാണ് പ്രാധാന്യം ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഫ്ലെക്സും ബാനറും പോസ്റ്ററും ഒക്കെ വേണ്ട എന്ന് വെച്ച് സാധിക്കുമെങ്കിൽ അതിൽ കൂടി ഒരു എന്താ പറയുക, ഒരാൾ കൂടി അല്ലെങ്കിൽ 2 പേർക്ക് കൂടി വീട് വെക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ സാധിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ പരിമിതികളുടെ കൂടി തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾക്കറിയാം, യുദ്ധം നടക്കുകയാണ്. ഇവിടുത്തെ LPG ഷോർട്ടേജ് ഉണ്ട്, പെട്രോൾ ഷോർട്ടേജ് ഉണ്ട്, റെസ്റ്റോറൻറ്റുകൾ പൂട്ടുന്നു. മൊത്തം ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ വലിയ ആർഭാട
തെരഞ്ഞെടുപ്പിനും വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഫ്ലെക്സിനും ബാനറിനും പോസ്റ്ററിനും ചെലവിടേണ്ട തുക പുതുപ്പള്ളി മണ്ഡലത്തിലെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിക്കായി വിനിയോഗിക്കും. ഹരിതചട്ടം പാലിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുന്ന ചാണ്ടി ഉമ്മന്റെ ഉദ്യമം രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. രാജ്യം പിന്തുടരേണ്ട മാതൃകയായാണ് മാധ്യമങ്ങളടക്കം ഏവരും ഇതിനെ നോക്കിക്കാണുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. FCRA ഭേദഗതി ബില്ലിനെതിരെ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വ്യക്തമായ ഗൂഢാലോചനയോടെ പാസാക്കിയ ബില്ല് സംബന്ധിച്ച് പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. FCRA ഭേദഗതി ബില്ലിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വ്യക്തമായ ഗൂഢലക്ഷ്യത്തോടെയാണ് ബില്ല് പാസാക്കിയതെന്നും പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ ഇതിന് മറുപടി പറയണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആയുധമാണ് പുതിയ FCRA ഭേദഗതിയെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ല് അടിയന്തരമായി പിൻവലിക്കാൻ തയ്യാറാകണം. ഇത് സന്നദ്ധ സേവനം നടത്തുന്ന ഒരുപാട് സംഘടനകളെ, നിഷ്പക്ഷമായും നീതിപൂർവമായും ആത്മാർത്ഥമായും പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ടാർഗറ്റ് ചെയ്തുള്ള ബില്ലാണ്. അതുകൊണ്ട് ഈ ബില്ല് ഒരു നിമിഷം വൈകാതെ പിൻവലിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട BJPയുടെ മൗനത്തെയും KC വേണുഗോപാൽ പരിഹസിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാനമന്ത്രിക്ക് വിഷയമേ അല്ലാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. CPMനെ നോവിക്കേണ്ട എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് BJP ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നതെന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് അദ്ദേഹം പൂർണ്ണ മൗനത്തിലായിരുന്നു. ഇങ്ങനെ സംഭവം നടത്തിയിട്ടുണ്ടെന്ന് പോലും പ്രധാനമന്ത്രിക്ക് അറിയില്ല. നമ്മുടെ അയ്യപ്പന്റെ സ്വർണം കട്ടവരെല്ലാം കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പഴുതുകൾ നോക്കി നിൽക്കുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ അതിനുവേണ്ടി എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ശബരിമല വിഷയം ഒരു വിഷയമല്ലാതാക്കി പ്രധാനമന്ത്രി മാറ്റിയത്? അത് ഏത് സാഹചര്യമാണ്? കേരളത്തിലാകമാനമുള്ള സംസാരം എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ട് CPMനെ നോവിക്കേണ്ട എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ എപ്പോഴും വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJP അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, വലിയ നേതാവ്, പ്രധാനമന്ത്രി തന്നെ വന്നിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടായിരിക്കുന്നത്? ശബരിമല ഒരു വിഷയമല്ലെങ്കിൽ BJP നേതൃത്വം അത് തുറന്നു പറയണമെന്നും KC വേണുഗോപാൽ കോട്ടയത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ല് രാജ്യത്തെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് കോട്ടയം MP ഫ്രാൻസിസ് ജോർജ്. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിദേശ സംഭാവനകൾ ലഭിക്കുന്ന FCRA നിയന്ത്രണ ബിൽ രാജ്യത്തെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാൺ ഇടുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. ശാരീരിക ആരോഗ്യ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ലക്ഷക്കണക്കിന് ആളുകളെ പരിപാലിക്കുന്ന ആയിരക്കണക്കിന് സന്നദ്ധ സംഘടനകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാനേ പുതിയ ഭേദഗതി സഹായിക്കൂ എന്നും ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. ബൈറ്റ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ കൈവശമുള്ള ഇതിപ്പോൾ ആരും ആയിക്കൊള്ളട്ടെ, പക്ഷേ ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഇത് ബാധകമാണ് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഒരു പ്രായോഗിക വശം നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മളിന്ന് കാണുന്നത് ഇങ്ങനെയുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളാണ്. അപ്പോൾ ഈ ഒരു നിയമം പാസ്സാക്കുന്നത് വഴി, പാസ്സായിട്ടുള്ള നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ, വലിയ ഒരു അരക്ഷിതാവസ്ഥയും ഭീതിയുമാണ് നമ്മുടെ രാജ്യത്ത് മത ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത്. അതിനുമപ്പുറം ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഫലത്തിൽ ഏറ്റെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ആരും തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടാകും. ഞാൻ ചോദിക്കുന്നത് എന്ത് ന്യായീകരണമാണ് ഗവൺമെന്റിന് പറയാൻ കഴിയുക? പുതിയ ഭേദഗതി പ്രകാരം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയുടെ ലൈസൻസ് റദ്ദ് ചെയ്യാനും ഏറ്റെടുക്കാനും വിൽക്കാനും പ്രത്യേക ഏജൻസിക്ക് അധികാരം നൽകുന്നുണ്ട്. തലമുറകളുടെ അധ്വാനവും പണവും ഉപയോഗിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുവാനും ആരാധിക്കുവാനും സ്ഥാപിച്ച സ്ഥാപനങ്ങൾ സംരക്ഷിക്കേണ്ട സർക്കാർ തന്നെ പിടിച്ചെടുക്കാൻ നടത്തുന്ന നീക്കങ്ങൾ ജനാധിപത്യ ഭരണഘടനാ വിരുദ്ധമാണെന്നും ഫ്രാൻസിസ് ജോർജ് MP കോട്ടയത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. FCRA നിയമ ഭേദഗതിയിൽ ആശങ്ക അറിയിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ചതായി ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും വിദേശ സംഭാവന സ്വീകരിക്കുന്നതിനുള്ള അനുമതി റദ്ദാക്കിയാൽ
അവയുടെ സ്വത്ത് കണ്ടുകെട്ടാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് FCRI ഭേദഗതി ബില്ല്. കേന്ദ്ര സർക്കാരിന്റെ യഥാർത്ഥ മുഖമാണോ ഇതിലൂടെ പുറത്തു വരുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും കാതോലിക്ക ബാവ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായി. മണിമല പഞ്ചായത്തിൽ നടന്ന കുടുംബയോഗത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഇതോടൊപ്പം LDF-ൽ നിന്നും വന്നവരെ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ സ്വീകരിച്ചു. BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. BJP വളരെയേറെ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലം. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ രംഗത്തിറക്കിയാണ് BJP ഇരുമുന്നണികൾക്കും ശക്തമായ പ്രതിരോധം തീർത്തിരിക്കുന്നത്. ജോർജ് കുര്യന്റെ പ്രചരണ പരിപാടികൾ സജീവമായി തുടരുന്നു. ഇന്നലെ മണിമല പഞ്ചായത്തിൽ നടന്ന കുടുംബയോഗത്തിൽ നിരവധി പേരാണ് പങ്കുചേർന്നത്. ഇതോടൊപ്പം LDF-ൽ നിന്നും NDA-യിലേക്ക് വന്നവരെ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ സ്വീകരിച്ചു. ജോസി പാടൂർ, സാബു തോമസ് തോക്കനാൽ, ജോസഫ് TJ, ജോൺ ജോസഫ്, സുകുമാരൻ M, ബിനോയ് ഫിലിപ്പോസ്, റോസമ്മ ജോസഫ്, LJ മാത്യു എന്നിവരാണ് NDA-യിലേക്ക് ഇടതുമുന്നണിയിൽ നിന്നും വന്നത്. ന്യൂസ് ബ്യൂറോ, മണിമല. ഇത്തവണ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് VN മനോജ് പറഞ്ഞു. 2020-യുടെയും ജനപക്ഷത്തിന്റെയും വരവ് NDA-യെ ഒന്നുകൂടി ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും VN മനോജ് പറഞ്ഞു. വളരെ ചിട്ടയായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിത്തട്ടിലെ ബൂത്ത് തലത്തിൽ, ശക്തികേന്ദ്ര തലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ, മണ്ഡലം തലത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് നടത്തി. ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും വളരെ സജീവമായിട്ട് ഇപ്പോൾ LDF-നേക്കായാലും UDF-നേക്കായാലും സ്ക്വാഡ് വർക്കിലടക്കം വളരെ മുന്നോട്ട് പോകാനായിട്ട് NDA-ക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു 45,000-ൽ അധികം വോട്ട് നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ NDA-യുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ. അതിനകത്ത് ഒരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല. കോട്ടയം മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രം വിശകലനം ചെയ്ത് രാഷ്ട്രീയ നിരീക്ഷകൻ ചെറുകര സണ്ണി ലൂക്കോസ്. വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് കോട്ടയമെന്നും അദ്ദേഹം പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ തിരുവഞ്ചൂർ ഉന്നയിക്കുന്ന ഒരു ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 10 വർഷം ഇവിടെ വികസന ബലരൂപത്തിൽ തടയുന്ന സമീപനമാണ് ഗവൺമെൻറ് ഭാഗത്ത് നിന്നുണ്ടായെന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. നഗരത്തിൻ്റെ നടുക്കുള്ള പഴയ ശിമാട്ടി റൗണ്ടാന എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന ആകാശ പാത അത് പണി മുടങ്ങി കിടക്കുന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടും നഗരത്തിൽ കുറേ പുതിയ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ കുറേ ബൈപ്പാസുകൾ പുതിയത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാണ് അവരും മത്സരരംഗത്തുള്ളത്. ശക്തമായ മത്സരം CPM കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല. പിന്നെ ഉള്ളത് BJPയുടെ സാന്നിധ്യം അല്ലെങ്കിൽ NDA-യുടെ സാന്നിധ്യം ഒരു ശ്രദ്ധേയമായ നിലയിൽ, ശക്തമായ നിലയിൽ എടുത്തു പറയാൻ കഴിയുന്നില്ല. എങ്കിലും അവരും സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ആശങ്കപ്പെടുത്തുന്നതാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ബില്ലിലെ വ്യവസ്ഥകൾ അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ആസ്തികൾ പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നിയമ ഭേദഗതിയെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു. സഭയെ സംബന്ധിച്ചിടത്തോളം സഭ വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ചെറിയ ഗ്രാമങ്ങളിൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടുത്തുയർത്താനും അതുപോലെ ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങൾ തുടങ്ങാനും ഒക്കെ സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒരു വളരെ നല്ല കാര്യമായിട്ട് കരുതേണ്ടതിന് പകരം അതിനെല്ലാം ഒരു ഏതാണ്ട് ദേശവിരുദ്ധ പ്രവർത്തനം എന്നുള്ള നിലയിലേക്കൊക്കെ കൊണ്ടുവരുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. നാടിന്റെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങി ഡോക്ടർ N ജയരാജിന്റെ മണ്ഡല പര്യടനം. ഇന്ന് നെടുങ്കുന്നം, കറുകച്ചാൽ പഞ്ചായത്തുകളിലായിരുന്നു പര്യടനം നടത്തിയത്. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഡോക്ടർ N ജയരാജ് ജനങ്ങളെ സമീപിക്കുന്നത്. തുടർച്ചയായ 5ാം ജയം തേടി മത്സരത്തിനിറങ്ങിയ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ N ജയരാജിന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഊഷ്മള വരവേൽപ്പാണ് ലഭിക്കുന്നത്. മണ്ഡലത്തിലെ വ്യക്തി, രാഷ്ട്രീയ, സാമുദായിക ബന്ധങ്ങളിലാണ് ഡോക്ടർ N ജയരാജിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ കാലങ്ങളിൽ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളിലാണ് ഡോക്ടർ N ജയരാജ് ഊന്നൽ നൽകുന്നത്. ഇന്ന് നെടുങ്കുന്നം, കറുകച്ചാൽ പഞ്ചായത്തുകളിലാണ് ഡോക്ടർ N ജയരാജ് പര്യടനം നടത്തിയത്. രാവിലെ മുണ്ടുമലയിൽ നിന്ന് പര്യടനം ആരംഭിച്ചു. തുടർന്ന് നെടുമണ്ണി, മുളയംവേലി, ഇടത്തിനാട്ടുപടി, കുന്നിക്കാട്, ആര്യാട്ടുകുഴി തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെ പര്യടനം പുരോഗമിച്ചു. എല്ലാ കേന്ദ്രങ്ങളിലും സ്ത്രീകൾ അടക്കമുള്ളവർ ഡോക്ടർ N ജയരാജിനെ വരവേൽക്കാൻ എത്തി. നാട്ടുകാരോട് സ്നേഹാന്വേഷണങ്ങൾ നടത്തിയ ഡോക്ടർ N ജയരാജ് വോട്ടുറപ്പിച്ച ശേഷമാണ് മടങ്ങിയത്.
ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിയുടെ പ്രചരണ രംഗം അവസാന ഘട്ടത്തിലേക്ക് കടന്നു. നിരവധി ആളുകളാണ് തങ്ങളുടെ മാണിസാറിന്റെ മകന് അഭിവാദ്യം അർപ്പിക്കാൻ സ്വീകരണ കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടുന്നത്. LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിയുടെ ഇന്നത്തെ പര്യടനം തലപ്പലം, ഭരണങ്ങാനം, മീനച്ചൽ, എലിക്കുളം പഞ്ചായത്തിൽ കൂടിയായിരുന്നു. രാവിലെ 8-ന് കളത്തക്കടവിൽ നിന്നും തലപ്പലം പഞ്ചായത്തിലെ പര്യടനം ആരംഭിച്ചു. ചിറ്റാനപ്പാറയിൽ സമാപിച്ചു. ഭരണങ്ങാനത്തെ പര്യടനം കയ്യൂരിൽ സമാപിച്ചു. ഉച്ചകഴിഞ്ഞ് പാറപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച മീനച്ചൽ പഞ്ചായത്തിലെ പര്യടനം പൈകയിൽ സമാപിച്ചു. തുടർന്ന് തോണിപ്പാറയിൽ നിന്നും ആരംഭിച്ച എലിക്കുളം പഞ്ചായത്തെ പര്യടനം പൈക ആശുപത്രി ജംഗ്ഷനിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. തുടർ ജയം ലക്ഷ്യമിട്ടുള്ള പ്രചരണവുമായി പാലാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ. കഴിഞ്ഞ 6.5 വർഷത്തെ വികസനം ചൂണ്ടിക്കാണിച്ചാണ് മാണി സി കാപ്പൻ വോട്ട് ചോദിക്കുന്നത്. പാലാ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ ഇന്നത്തെ പര്യടനം മുത്തോലി, മീനച്ചിൽ പഞ്ചായത്തുകളിലൂടെയായിരുന്നു. രാവിലെ മുത്തോലി പഞ്ചായത്തിലെ തുരുത്തിക്കുഴിയിൽ നിന്നും ആരംഭിച്ച പര്യടനം ഉച്ചയ്ക്ക് മുത്തോലിക്കാവിലിൽ സമാപിച്ചു. ഉച്ചകഴിഞ്ഞ് മീനച്ചിൽ പഞ്ചായത്തിലെ പാറപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച പര്യടനം രാത്രി പൈകക്കാവിലിൽ സമാപിച്ചു. വിവിധ സ്ഥലങ്ങളിൽ UDF നേതാക്കന്മാർ പ്രസംഗിച്ചു. വോട്ടർമാരെ നേരിൽ കണ്ട് മാണി സി കാപ്പൻ വോട്ട് അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 6.5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ തന്നെ കാത്തുനിന്ന വോട്ടർമാരുടെ കാപ്പൻ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. മേജർ കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവം സമാപനത്തിലേക്ക്. നാളെയാണ് കാവടി ഘോഷയാത്രയും ആറാട്ടും. പള്ളിവേട്ട ദിനമായ ഇന്ന് രാവിലെ നടന്ന ശ്രീബലി എഴുന്നള്ളത്ത് കണ്ടുതൊഴാൻ നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. ഐശ്വര്യദായിനിയായ കൊടുങ്ങൂരമ്മയുടെ മീനപ്പൂര മഹോത്സവം ഇന്ന് 9ാം ദിവസത്തിലെത്തി. പള്ളിവേട്ട ദിനമായ ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം നടന്ന ശ്രീബലി കണ്ടുതൊഴാൻ നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. നാളെയാണ് പ്രശസ്തമായ കാവടി ഘോഷയാത്രയും തിരുവാറാട്ടും. രാവിലെ ക്ഷേത്രത്തിന്റെ പരിധിയിൽ വരുന്ന കരകളിൽ നിന്നുള്ള കാവടി ഘോഷയാത്ര സംഘങ്ങൾ ക്ഷേത്രത്തിൽ സംഗമിക്കും. തുടർന്ന് കാവടി അഭിഷേകം നടക്കും. അതിനുശേഷം ആനയൂട്ടും ഉണ്ടായിരിക്കും. ഉച്ചകഴിഞ്ഞ് 4 മണിയോടെ ദേവി ആറാട്ടിനായി പുറപ്പെടും. ആറാട്ട് എഴുന്നള്ളിപ്പിന് ക്ഷേത്ര ഗോപുരത്തിങ്കൽ നൽകുന്ന സ്വീകരണത്തിന് വട്ടക്കാവ് അനുവും സംഘവും ഒരുക്കുന്ന പഞ്ചവാദ്യവും കാഞ്ഞിലശ്ശേരി വിനോദ് മാരാരുടെ പ്രാമാണിത്വത്തിൽ നടക്കുന്ന പാണ്ടിമേളവും അകമ്പടിയേകും. തുടർന്ന് കുടമാറ്റം നടക്കും. രാത്രി 11 മണിയോടെ ഈ വർഷത്തെ തിരുവുത്സവ ചടങ്ങുകൾ സമാപിച്ച് കൊടിയിറങ്ങും. 8ാം ഉത്സവ ദിനമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് നടന്ന ദർശന പ്രാധാന്യമേറിയ ഉത്സവ ബലി കണ്ടുതൊഴാൻ നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഉത്സവ ബലി തൊഴുത് ദേവിയുടെ മഹാപ്രസാദമുട്ടിലും പങ്കാളികളായാണ് ഭക്തർ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. KPMSന്റെ തെരഞ്ഞെടുപ്പ് നിലപാട് ഏപ്രിൽ 4-ന് പ്രഖ്യാപിക്കും. KPMS ജില്ലാ നേതൃയോഗത്തിൽ ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. KPMSന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലപാട് ഏപ്രിൽ 4-ന് കോട്ടയത്ത് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച് പ്രഖ്യാപിക്കുമെന്ന് KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നിലപാട് യൂണിയൻ ശാഖാ തലങ്ങളിൽ യോഗം വിളിച്ചു ചേർത്ത് റിപ്പോർട്ട് ചെയ്യുമെന്നും പുന്നല ശ്രീകുമാർ കൂട്ടിച്ചേർത്തു. ജില്ലയിൽ വലിയ യൂണിയനുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ യൂണിയൻ കമ്മിറ്റികൾക്ക് കൂടി സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചങ്ങനാശ്ശേരി യൂണിയന്റെ പരിധിയിൽ വരുന്ന തൃക്കൊടിത്താനം കേന്ദ്രീകരിച്ച് ഒരു യൂണിയൻ കമ്മിറ്റിയുടെ സാധ്യത ആരായണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ചങ്ങനാശ്ശേരി നമ്മുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു യൂണിയനാണ്. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഖിൽ K. ദാമോദരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ വെള്ളാപ്പാട് വനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ഇരട്ട പൊങ്കാല ഭക്തർക്ക് അനുഗ്രഹ വർഷമായി. നിരവധി സ്ത്രീകൾ ദേവിക്ക് മുന്നിൽ പൊങ്കാലയിട്ടു. പാലാ വെള്ളാപ്പാട് വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന പ്രശസ്തമായ ഇരട്ട പൊങ്കാല ഭക്തിസാന്ദ്രമായി. അനേകം ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഉത്സവ ചടങ്ങുകൾക്ക് തന്ത്രി പെരുമ്പള്ളിയാഴത്ത് സുബ്രഹ്മണ്യൻ, മേൽശാന്തി തോട്ടത്തിൽ ഇല്ലം ഉല്ലാസ് നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ജീവിത എഴുന്നള്ളത്ത് നാളെ വൈകുന്നേരം 4:30 നടക്കും. ക്ഷേത്ര ചടങ്ങുകൾ കൂടാതെ പുരാണ പാരായണം, ലളിത സഹസ്രനാമ പാരായണം, നാരായണീയ പാരായണം, പ്രസാദമോട്ട് എന്നിവയും ഉണ്ടായിരുന്നു. രാത്രി 7-ന് പൂമൂടലും നടന്നു. നാളെ രാവിലെ 10:30-ന് പൂരം തൊഴിൽ, പ്രസാദകൂട്ട്. വൈകുന്നേരം 4-ന് ജീവിത എഴുന്നള്ളത്ത് നടക്കും. ജീവിത എഴുന്നള്ളത്ത് ലാലം ക്ഷേത്രത്തിൽ നിന്നും 4 മണിക്ക് പുറപ്പെടും. വിവിധ ഭാഗങ്ങളിൽ എതിരേൽപ്പ് നടക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആവേശം വിതറി രാഹുൽ ഗാന്ധി കോട്ടയം ജില്ലയിൽ. ചാണ്ടി ഉമ്മന്റെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്തു.
UDF വന്നാൽ റബ്ബറിന് താങ്ങുവില 250 രൂപയാക്കുമെന്ന് രാഹുൽ ഗാന്ധി. FCRA ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. ബില്ല് പാസാക്കിയത് വ്യക്തമായ ഗൂഢാലോചനയോടെ എന്ന് KC വേണുഗോപാൽ. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ പ്രചരണം ശക്തം. അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ പ്രചരണാർത്ഥം മണിമലയിൽ കുടുംബയോഗം. കൊടുങ്ങൂരമ്മയ്ക്ക് നാളെ ആറാട്ട്. കാവടിയാട്ടം രാവിലെ 10 മണി മുതൽ. നാടാകെ നാളെ കൊടുങ്ങൂരിലെത്തും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.